നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിങ്ങമാസം വരാൻ പോകുന്നു. ചിങ്ങപ്പുലരി പിറക്കുമ്പോൾ അത് നന്മയും സമൃദ്ധിയും നിറയുന്ന ഒരു വർഷമായിരിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു കൊല്ലവർഷമാണ് ആരംഭിക്കാൻ പോകുന്നത്. അതായത് 1200-ാം ആണ്ട്. കർക്കിടകം 32 അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ പുതുവർഷത്തിൽ 27 നക്ഷത്രക്കാരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? 27 നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങൾ എന്തെല്ലാമാണ്? മോശം സമയം ആർക്കെല്ലാമാണ്? മൊത്തത്തിൽ 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2024 ആഗസ്റ്റ് 17-ാം തീയതി മുതൽ 2025 ആഗസ്റ്റ് 16-ാം തീയതി വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലമാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം എല്ലാ തരത്തിലും നേട്ടങ്ങളുടെ കാലമാണ്. സാമ്പത്തികപരമായി പല ഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി പഠന കാര്യത്തിലും സാംസ്കാരിക കാര്യത്തിലും പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. ആഗ്രഹിച്ചതെല്ലാം തന്നെ നേടിയെടുക്കുവാൻ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. അതായത് പുതിയ വീട്, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ നിങ്ങൾ എന്തെല്ലാമാണോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചത് അതിനെല്ലാം ഏറ്റവും അനുകൂലമായ ഒരു വർഷക്കാലമാണിത്. ഇനി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായ വളരെ വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ കുടുംബസ്വത്ത് ഭാഗം വെച്ച് നൽകുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗ്യക്കുറികളോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ. ചുരുക്കി പറഞ്ഞാൽ ഈ പുതുവർഷത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ധാരാളം ധന നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുടെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ബിസിനസ്സിൽ അല്ലെങ്കിൽ തൊഴിലിൽ നല്ല ലാഭം ഉണ്ടാകുന്നതുമാണ്. ഇനി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പേര്, പ്രശസ്തി, പണം, മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം, ഇങ്ങനെയെല്ലാം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പുതുവർഷം എന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും സൗഭാഗ്യത്തിന്റെ കാലഘട്ടമാണ്. ഇനി രണ്ടാമതായി ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി വളരെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. മാത്രമല്ല തടസ്സപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഓൾറെഡി തൊഴിൽ ചെയ്യുന്നവരാണ് എങ്കിൽ തൊഴിലിൽ ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. ഇനി വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ഈ വർഷത്തിൽ വിവാഹം നടക്കുവാനും സന്താന യോഗത്തിനും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇനി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കൊണ്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് തൊഴിൽപരമായിട്ടാണെങ്കിലും അതല്ല വിദ്യാപരമായും അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, അങ്ങനെ ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ പാതി വഴിയിൽ നിർത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പുനരാരംഭിച്ച് അത് പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2200-ാം ആണ്ടെന്നത് തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു കാലഘട്ടമാണ്. ഇനി മൂന്നാമതായി കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം എന്നത് കുറച്ച് വിഷമതകൾ നിറഞ്ഞ വർഷമാണ്. കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതിലൂടെ മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം. ഇനി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് ഓരോ വാക്കുകൾ പറയുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം സംസാരിക്കുവാൻ. ഇനി ധനപരമായും അല്ലെങ്കിൽ സാമ്പത്തികപരമായും പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. മറ്റുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് 100 വട്ടം ആലോചിച്ചു മാത്രമേ ചെയ്യാവൂ. കാരണം സാമ്പത്തികപരമായി നിങ്ങൾ കബളിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അനാവശ്യമായ തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ എന്നിവയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർ ഈ 2200-ാം ആണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കഴിയുന്നത്ര ക്ഷേത്ര ദർശനം നടത്തുക, നാമജപങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വരാനുള്ള ദൗർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ആപത്തുകളെല്ലാം തന്നെ വഴിമാറിപ്പോകുന്നതാണ്. ഇനി അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം പിറന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല പുതിയ കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും, ഇനി അതല്ല റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും, അങ്ങനെ ഏതു കാര്യത്തിനിറങ്ങിയാലും അതിലെല്ലാം പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ മക്കളെ കൊണ്ട് അഭിമാനകരമായ പല മുഹൂർത്തങ്ങളും ഉണ്ടാകുന്നതാണ്.
അതുപോലെ തന്നെ വാശികൾ ഉള്ളവരാണ് പൊതുവെ രോഹിണി നക്ഷത്രക്കാർ. നിങ്ങളുടെ വാശികൾ കുറയ്ക്കുന്നത് നല്ലതാണ്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി കുടുംബാംഗങ്ങളുമായും ബന്ധുമിത്രാദികളുമായും കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. ഇനി കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ 1200-ാം ആണ്ടിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു വർഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ഏത് കാര്യത്തിനിറങ്ങിയാലും അതിലെല്ലാം തടസ്സങ്ങളും അല്ലെങ്കിൽ കാലതാമസങ്ങളും നേരിടുക, മറിച്ച് പുതുതായി ആരംഭിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതുമാണ്. ഇനി അടുത്തതായി മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. പലരുമായും കലഹത്തിന് ഇടവരാം. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാനും സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രക്കാർ ധനപരമായ കാര്യങ്ങളിൽ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷമാണിത്. കടം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കടം ഇരട്ടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പണം സൂക്ഷിച്ചു മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. ഇനി കുടുംബപരമായി നോക്കിയാൽ കുടുംബ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. പൊതുവെ മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് ഈ ഒരു വർഷത്തിൽ കാണുന്നത്. ഇനി അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നടക്കുന്നതാണ്. ഗുണഫലത്തെക്കാൾ കൂടുതലായും ദോഷഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. അമിത ചെലവ്, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചിലവുകൾ, അതായത് ഹോസ്പിറ്റൽ കേസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അങ്ങനെയുള്ള ചിലവുകൾ, തൊഴിലിൽ ദോഷങ്ങൾ, ശത്രുദോഷം, വ്യക്തികളാൽ ഉണ്ടാകുന്ന മനപ്രയാസം എന്നിവയ്ക്കും സാധ്യത വളരെ കൂടുതലാണ്. ഇനി കുടുംബപരമായി നോക്കിയാൽ കുടുംബത്തിൽ പൊതുവെ സമാധാനപരമാണെങ്കിലും കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ആ ഒരു സന്തോഷം പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥയും വന്നു ചേരുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിൽ അവർക്ക് അത്ര നല്ല സമയമല്ല എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തതായി പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം മുഴുവനും എല്ലാ തരത്തിലും നല്ല ഗുണഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. തൊഴിൽ സംബന്ധമായി നോക്കിയാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ, അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ്. തൊഴിലിൽ ഉയർച്ച, പലതരത്തിലും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ്. ധനപരമായ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയെടുക്കണം അല്ലെങ്കിൽ എന്തെല്ലാമാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വർഷത്തിൽ. പുതിയ വീട്, വാഹനം, ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി, അങ്ങനെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് എന്തെല്ലാമാണോ അതെല്ലാം നേടിയെടുക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണിത്. ചുരുക്കി പറഞ്ഞാൽ പുണർദം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എന്നത് എല്ലാ തരത്തിലും ഭാഗ്യത്തിന്റെ ഒരു വർഷമാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും 1200-ാം ആണ്ട് എന്നത് എല്ലാ തരത്തിലും വളരെ നല്ല ഫലമാണ് നൽകുന്നത്. അടുത്ത ഒരു വർഷം എല്ലാ തരത്തിലും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. പലതരത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും IT മേഖലയിലാണെങ്കിലും കല, സാംസ്കാരികം, ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിലും ഇതിലെല്ലാം വെച്ചടി ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇതുകൂടാതെ രാഷ്ട്രീയം, റിയൽ എസ്റ്റേറ്റ്, പൊതുപ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഇനി വിദ്യാവിജയവും സന്താന യോഗവും തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവയെല്ലാം തന്നെ ഓരോന്നായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാർക്ക് 1200-ാം ആണ്ട് എന്നത് എല്ലാ തരത്തിലും സൗഭാഗ്യത്തിന്റെ വർഷമാണ്. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ആയില്യം നാളുകാർക്ക് 1200-ാം ആണ്ട് പിറക്കുന്നതോടെ സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ്. അതായത് ജീവിതത്തിൽ വിജയം മാത്രമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്ന കാര്യങ്ങൾ, അതായത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീട് പണിയൊക്കെ ആരംഭിച്ച് പാതി വഴിയിൽ അത് നിർത്തിയിട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ ആ വീട് പണിയൊക്കെ പൂർത്തിയാക്കുവാൻ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
ഏത് കാര്യം എടുത്താലും അതിലെല്ലാം വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ മുൻപന്തിയിൽ എത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനി ആരോഗ്യകരമായ കാര്യത്തെ സംബന്ധിച്ച് ആരോഗ്യം ചെറിയ രീതിയിലൊക്കെ വഷളാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായാൽ പോലും യഥാസമയത്ത് ചികിത്സ തേടേണ്ടതാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതുവർഷം എന്നത് എല്ലാ തരത്തിലും ഐശ്വര്യത്തിന്റെ ഉയർച്ചയുടെ ഒരു വർഷമാണ്. അടുത്തതായി മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 1200 ആണ്ട് എന്നത് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വരവിൽ കൂടുതൽ ചെലവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലവാക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് മാത്രം ചിലവാക്കുക. വളരെയധികം ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് സമ്പാദ്യമാകുമോ എന്നതാണ് സംശയം. ഇനി നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൽ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥാപനത്തിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടപഴകുമ്പോഴോ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ പെരുമാറുക. ഇനി ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിന് അല്ലെങ്കിൽ സന്താന യോഗത്തിന് എല്ലാം കാലതാമസം ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടെങ്കിലും മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ലാത്ത ഒരു സമയമാണ് വരാൻ പോകുന്നത്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് 1200 ആണ്ടെന്നത് വിജയത്തിന്റെ സമയമാണ്. എല്ലാ രംഗങ്ങളിലും, അത് വിദ്യയിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും ആരോഗ്യപരമായ കാര്യത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ കുടുംബ ജീവിതം ഈ ഒരു വർഷം അത്ര നല്ലതായിരിക്കില്ല. കുടുംബപരമായ കാര്യത്തിൽ ആശങ്കയുണ്ടാകുവാനും സാധ്യതയുണ്ട്. എങ്കിലും അവസാനം വിജയിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വസ്തുക്കളും തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചത് 1200 ആണ്ടെന്നത് തൊഴിൽപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഏത് കർമ്മ മേഖലയിലും അല്ലെങ്കിൽ ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി, അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. ഇനി ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം ഭാഗ്യത്തിന്റെ ഒരു തുണ അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം വരെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്ന ഒരു വർഷമാണ് 1200 ആണ്ടെന്നത്. എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതിലൂടെ പേര്, പ്രശസ്തി, ഉയർച്ച എല്ലാം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ഒരു വർഷത്തിൽ. കാര്യവിജയം, തൊഴിൽ, അഭിവൃദ്ധി, സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. ഇനി ഉപരിപഠനത്തിനായി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അനുകൂല സമയമാണിത്. ഇതുകൂടാതെ വിലപിടിപ്പുള്ള പല മുതലുകളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ വസ്തുവാകാം, അതല്ലെങ്കിൽ പുതിയ വാഹനമാകാം, സ്വർണ്ണാഭരണമാകാം. അങ്ങനെ നിങ്ങൾ എന്തെല്ലാം സ്വന്തമാക്കണമെന്ന് അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബകാര്യത്തിൽ വളരെയധികം സന്തോഷം കടന്നു വരുന്ന ഒരു സമയമാണിത്. സന്താന സൗഖ്യമുണ്ടാകുന്ന ഒരു വർഷമാണിത്. മാത്രമല്ല മക്കളെ കൊണ്ട് അഭിമാനമുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന പല നിമിഷങ്ങളും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇനി ചിത്തിരക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായി അത്ര അനുകൂലമായ സമയമല്ല ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നത്. ചില നഷ്ടങ്ങളും കടങ്ങളും ഉണ്ടാകുന്നതാണ്. മാത്രമല്ല തൊഴിൽ രംഗത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു സമയമല്ല ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു തൊഴിൽ നിന്നും ഒരു കാരണവശാലും മാറാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ആരോഗ്യപരമായ കാര്യത്തിൽ ചിത്തിരക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ചെറിയൊരു അസുഖം വന്നാൽ പോലും യഥാസമയത്ത് ചികിത്സ തേടി കൃത്യമായി മെഡിസിനൊക്കെ കഴിക്കുക. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ചോതിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ വരവിൽ കൂടുതൽ ചിലവുണ്ടാകുന്ന സമയമാണ്. ഇതുകൂടാതെ ധനനഷ്ടമുണ്ടാകുന്നതുമാണ്. അതിലൂടെ കടബാധ്യത വർദ്ധിക്കുന്നതുമാണ്, അല്ലെങ്കിൽ പുതിയ കടങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ശത്രുദോഷം, കാര്യതടസ്സം എന്നിവയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇനി ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാർ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോകുക.
അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അടുത്തൊരു വർഷം ഒരുപാട് യാത്രകൾ ചെയ്യുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ എവിടെയെല്ലാം പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച നല്ലൊരു യാത്രയായിരിക്കും അത്. ജീവിതത്തിൽ എല്ലാ തരത്തിലും ഈ ഒരു വർഷത്തിൽ വിജയം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കർമ്മ മേഖലയിൽ അംഗീകാരം ഉണ്ടാകുന്നതാണ്. അതായത് തൊഴിൽപരമായും ബിസിനസ് പരമായും നല്ല ഉയർന്ന പദവി അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, അംഗീകാരം, പ്രശംസ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം എന്നത് നിങ്ങൾക്ക് സകലവിധ സർവൈശ്വര്യത്തിൻ്റെയും ഭാഗ്യങ്ങളുടെയും വർഷമായി തീരുന്നതാണ്. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദീർഘകാലത്തെ നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇനി തൊഴിൽപരമായും ബിസിനസ് പരമായും എല്ലാ തരത്തിലും ഉയർച്ച നിങ്ങൾക്കൊപ്പമായിരിക്കും. ഇനി ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതാണ്. ഇനി പല വഴികളിലൂടെയും അല്ലെങ്കിൽ പലതരത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇനി കുടുംബ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പണം അല്ലെങ്കിൽ കിട്ടാനുള്ള പണം, വരാനുള്ള പണം ഇവയെല്ലാം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ്. ഇനി ആരോഗ്യപരമായി നോക്കിയാൽ ആരോഗ്യ സൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. അസുഖങ്ങൾ ഉള്ളവർക്ക് ആ അസുഖങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം എന്നത് എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാർക്ക് ശുഭകരമായ ഒരു സമയമാണ് ഈ 2200 ആണ്ട് എന്നത്. സാമ്പത്തികപരമായി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി തൃക്കേട്ടക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി നോക്കിയാൽ വളരെയധികം മെച്ചപ്പെട്ട ഒരു സമയമാണ്. ഇനി സന്താനങ്ങൾ വഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ്. അവരുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് അഭിമാനമുണ്ടാകുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ ആശങ്കയുള്ള മാതാപിതാക്കളാണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ, പുതിയ കാര്യങ്ങൾ എന്ത് തന്നെ തുടങ്ങുവാനും അനുകൂലമായ ഒരു വർഷമാണിത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അടുത്തതായി മൂലം നക്ഷത്രമാണ്. മൂലം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് പലതരത്തിലും ശത്രുശല്യം ഉണ്ടാകുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൊഴിലിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി കായിക നേട്ടം ഉണ്ടാകുമെങ്കിലും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുന്നതാണ്. ഇനി ബിസിനസ്സിൽ വളരെയധികം മികച്ച നേട്ടം ഉണ്ടാകും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ട പല കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ്. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് 1200 ആണ്ടെന്നത് അത്ര ശുഭകരമല്ലാത്ത ഒരു സമയമാണ്. ആരോഗ്യപരമായ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ധനനഷ്ടം, കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിവയും ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്നതാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കോപവും എടുത്തുചാട്ടവും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിലൂടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മംഗളകരമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതെല്ലാം തന്നെ നേടിയെടുക്കുവാനുള്ള ഒരു സമയമാണിത്. കർമ്മ മേഖലയിൽ അതായത് തൊഴിലിൽ വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മക്കളെ ഓർത്ത് അഭിമാനിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ എല്ലാ തരത്തിലും ഉയർച്ച അല്ലെങ്കിൽ നേട്ടമുണ്ടാകുന്നതാണ്. മാത്രമല്ല തൊഴിലിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. വിവാഹയോഗം, സന്താനയോഗം എന്നിവയ്ക്കും ഈ ഒരു വർഷത്തിൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇനി ഏത് കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2200 ആണ്ട് എന്നത്. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്.
അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണിത്. വിദ്യാഭ്യാസപരമായി പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല. അവിട്ടം നക്ഷത്രക്കാർക്ക് ശാരീരികപരമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്ന ഒരു സമയമാണ്. മൊത്തത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2200 ആണ്ട് എന്നത്. പണച്ചെലവ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പണം ചിലവാക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ചിലവാക്കുക. അടുത്തതായി ചതയം നക്ഷത്രമാണ്. ചതയം നാളുകാർക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. സമ്പാദ്യം കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നതാണ്. ഒരുപാട് നാളായി പണമാണെങ്കിലും സ്വർണമാണെങ്കിലും കടമായി കൊടുത്തിട്ട് ഇതുവരെയും അത് തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കാതെ തന്നെ അതെല്ലാം തിരികെ കിട്ടുന്നതാണ്. ഇനി പ്രവർത്തന രംഗത്ത് എല്ലാ തരത്തിലും ഉയർച്ച നിങ്ങൾക്കൊപ്പമായിരിക്കും. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇഷ്ട തൊഴിൽ ലബ്ധിക്കുള്ള സമയമാണ്. ആഗ്രഹിച്ച ജോലി ലഭിക്കുക, ഉദ്ദേശിച്ച കമ്പനിയിൽ ജോലി ലഭിക്കുക, ഗവൺമെൻറ് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ വിദേശ ജോലി, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതാണ്. ഇനി ഏത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചുവോ അതിനെല്ലാം അനുകൂലമായ സമയമാണ്. അതായത് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി വീട്, വാഹനം അല്ലെങ്കിൽ സ്വന്തമായി ഭൂമി, ഇതിനെല്ലാം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് യോഗം ഉണ്ടാകുന്നതാണ്. കൂടാതെ വാഹനയോഗം, വിവാഹയോഗം, സന്താനയോഗം ഇവയ്ക്കെല്ലാത്തിനും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ദൂരയാത്ര അതുപോലെ തന്നെ വിദേശവാസത്തിനും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. മൊത്തത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് ഈ 2200 ആണ്ട് എന്നത്. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2200 ആണ്ട് എന്നത് അത്ര ശുഭകരമല്ലാത്ത ഫലമാണ് പറയുന്നത്. ശത്രുക്കളുടെ ഉപദ്രവം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദേഷ്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനപരമായി നേട്ടം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ ചിലവും വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പണം ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ചിലവാക്കാവൂ. ഇനി കാർഷിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ കുറയുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായി നോക്കിയാൽ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. വസ്തുവകകൾ നേടാനുള്ള സാധ്യതയും ഈ ഒരു വർഷത്തിൽ തെളിയുന്നതാണ്. അടുത്തതായി രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല വഴികളിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ധന നേട്ടമുണ്ടാകുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ ഒരു വർഷത്തിൽ പരിഹാരം ഉണ്ടാകുന്നതാണ്. പണപരമായും അല്ലെങ്കിൽ ധനപരമായും നല്ലൊരു ഉയർച്ച അല്ലെങ്കിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് രോഗശാന്തി ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നതാണ്. മൊത്തത്തിൽ വീട്ടിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മക്കളെ ഓർത്ത് അഭിമാനിക്കാനുള്ള പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.